എല്ലാ കൂട്ടുകാർക്കും ചിത്രശലഭങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. 2025 SMCA ഫാഹേൽ ഏരിയയുടെ നേതൃത്വത്തിൽ നടന്ന ബൈബിൾ ക്വിസ് മത്സരത്തിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത് 9 യൂണിറ്റുകളാണ്. ഓരോ യൂണിറ്റിൽ നിന്നും 2 പേരാണ് ആ യൂണിറ്റിനെ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ 18 പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒത്തിരി പേർ ബൈബിൾ പഠിച്ച് ഇതുപോലുള്ള ബൈബിൾ ക്വിസ് മത്സരങ്ങൾ പങ്കെടുക്കാൻ അവർക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ. അപ്പോൾ തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ക്വിസ് ഓർഗനൈസ് ചെയ്യാനും ഇതിന് കണക്ട് ചെയ്യാനൊക്കെ വന്നിരിക്കുന്ന ബന്ധപ്പെട്ട 2 വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ രാജേഷ് പുതുപ്പള്ളി സാറും ഉണ്ട്, അതുപോലെ നിത രാജേഷും ഉണ്ട്. രണ്ടുപേരെയും ഈ ഏരിയ കമ്മിറ്റിയുടെ പേരിലും ഈ ഒരു നമ്മുടെ ഓരോ റൗണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇതിന്റെ ബൈബിളിന്റെ മാർക്കറിയാം, സുവിശേഷവും ലൂക്കയുടെ സുവിശേഷവും പത്രോസിന്റെ ലേഖനവും അല്ലേ, 2 ലേഖനം. അതോട് കൂട്ടിയിട്ട് 30-60% ആയിരിക്കും ഉള്ളത്. പിന്നെ ബാക്കിയുള്ള പെർസെൻറ്റേജ് നമ്മുടെ SMCA ഹിസ്റ്ററി, SMCA സഭാചരിത്രം, പിന്നെ ലിറ്ററേച്ചർ, ഇത്രയുമായിരിക്കും ബാക്കിയുള്ളത് വരുന്നത്. നമ്മുടെ ഈ റൗണ്ടില് ഇത്രയും ടീമിന്റെ കൂട്ടത്തില് അവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ വോളണ്ടിയേഴ്സും കൂടെ ദയവായിട്ട് കടന്നു വരിക. നിങ്ങൾ എഴുതി തീർന്നതിന് ശേഷം ആ വോളണ്ടിയർ ആയിരിക്കും നമ്മളിവിടെ ഉത്തരം പറയുമ്പോൾ നിങ്ങളുടെ പേര് പോകും. ആദ്യത്തെ റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങളുടെ മേശപ്പുറത്ത് ഇത് എഴുതാനുള്ളത് തന്നിട്ടുണ്ട്. ോടൊക്കെ പ്രാർത്ഥിച്ച് കേട്ടോ, വിദ്യ പ്രകാശിപ്പിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങിയേക്കാം. ക്വിസിന്റെ അടുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലിരിക്കുന്നത് റാപ്പിഡായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം പെട്ടെന്ന് എഴുതുക, കൃത്യമായിരിക്കണം കേട്ടോ, സ്പെസിഫിക് ആയിരിക്കണം. അപ്പം നമുക്ക് ആരംഭിക്കാം. അടുത്ത് നോക്കുക, ഇതൊരു പടമാണ്. ഇതാരാണ് എന്നുള്ളതാണ് 12ാമത്തെ ചോദ്യം. ഈ വ്യക്തി ആരാണ്? എഴുതിക്കോളൂ. ലൂക്കയുടെ സുവിശേഷത്തിലിരിക്കുന്ന 3 ഉപമകളാണിത്. ആ ഉപമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഈ തന്നിരിക്കുന്ന പടം ഉപയോഗിച്ചുകൊണ്ട് എഴുതുക. 3 ഉപമകളുണ്ട്. ആ 3 ഉപമകൾ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ സമയം തീരാനായിരിക്കുന്നു. ഇനി ഒരു 30 സെക്കൻഡ് സമയം കൂടെ നമുക്ക് തരാം. അത് കഴിയുമ്പോൾ നിങ്ങൾ റൈറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യണം. ആദ്യ പേര് ആന്റണി പടിയറ എന്നെഴുതിയവർക്ക് ഉൾപ്പെടാത്തത് ഏതാണ്? വിശുദ്ധ കുർബാന, കുമ്പസാരം, തൈലാഭിഷേകം. അതില് പ്രവേശിക കൂടാശിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണെന്നുള്ളത്. കുമ്പസാരം എഴുതിയവർക്ക് 1 മാർക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിശുദ്ധ കുർബാനയിൽ 2 ദുർഗാമങ്ങളുണ്ട്. ശരി, തെറ്റ്. അത് ഏതാണ്? ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാനായിരുന്നു. ശരിയാണോ തെറ്റാണോ? 2 ദുർഗാമങ്ങളുണ്ട്. ശരി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഈശോ സഭയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ. ഇത് എഴുതാത്ത എല്ലാവർക്കും 8 മാർക്ക് കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആരാണ് ഈശോ സഭയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ? ഫ്രാൻസിസ് മാർപ്പാപ്പ. അടുത്ത ക്വസ്റ്റ്യൻ, SMCAയുടെ ആദ്യ പ്രസിഡന്റ്. ഫ്രാൻസിസ് റോസ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് തെറ്റ്. SMCAയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീ തോമസ് കുട്ടപ്പേരു. ഫലം തരാത്ത അത്യാവശ്യം യജമാനൻ നട്ടുപിടിപ്പിച്ചത് എവിടെയാണ്? മുന്തിരിത്തോട്ടത്തിൽ. മുന്തിരിത്തോട്ടം തന്നെ എഴുതണം കേട്ടോ. തോട്ടത്തിൽ നിന്ന് എഴുതുന്നവർക്ക് മാർക്കില്ല. മുന്തിരിത്തോട്ടം എന്ന് തന്നെ എഴുതണം. സൈന്യം ജെറുസലേമിനെ ചവിട്ടി മെതിക്കുക എന്നുവരെ ആയിരിക്കുമെന്നാണ് ഈശോ അറിയിക്കുന്നത്. സൈന്യം ജെറുസലേമിനെ ചവിട്ടി മെതിക്കുക എന്നുവരെ ആയിരിക്കുമെന്നാണ് ഈശോ പറയുന്നത്. എന്നുവരെയാണ്? സൈന്യം ജെറുസലേമിനെ ചവിട്ടി മെതിക്കുക വിജാതിയരുടെ നാളുകൾ പൂർത്തിയാകുന്നവരെ. വിജാതിയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ. അടുത്ത ക്വസ്റ്റ്യൻ, പെസഹ തിരുനാളിന്റെ മറ്റൊരു പേര്? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. അത് എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാം. പുളിപ്പില്ലാത്ത. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് ഏത് ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് പത്രോസ് ശ്ലീഹ 1-ാം ലേഖനത്തിൽ പറയുന്നത്. ഏത് ദിവസം? പ്രത്യാഗമന ദിവസം. അത് പ്രത്യേകം പറയുന്നത്. അങ്ങനെ തന്നെ എഴുതണം, പ്രത്യാഗമന ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ നാശ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും. എന്താണ്? സ്ഥൈര്യം. ധൈര്യമല്ല, സ്ഥൈര്യം. അത് എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അവിടെ വീഡിയോ കാണിച്ചായിരുന്നു.
ആ വീഡിയോ ഏത് കർമ്മമാണ്? ഏത് കർമ്മമായിരുന്നു? സാഷ്ടാംഗ പ്രണാമം എഴുതിയവർക്ക് മാർക്കുണ്ട്. വ്യക്തി ആരാണ്? വ്യക്തി ആരാണ്? അല്ല, മാർ ജോസഫ് കരിയാറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപമകൾ ഏതെന്ന് എഴുതുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഏതാണ്? കാണാതായ ആടിന്റെ ഉപമ, കാണാതായ നാണയത്തിന്റെ ഉപമ, പിന്നെ ഏതാ? ഒരു അപ്പന്റെ മോന്റെയും മൂത്തമോന്റെ ഉപമ. ഈ റൗണ്ടിന്റെ മാർക്ക് നിങ്ങൾക്ക് ഫൈനൽ റൗണ്ട് വരെ കൂട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ മാർക്കിന്റെ ബേസ് ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. ലിറ്റിൽ ഫ്ലവർ 3, സെന്റ് ചാവറ 3, സെന്റ് അൽഫോൻസ 7, സെന്റ് ജൂഡ് 4, സെന്റ് എബ്രേസ്യ 8, ഹോളി ഫാമിലി 4, സെന്റ് തോമസ് 4, സെന്റ് തെരേസ 8, സെന്റ് ആന്റണി 6. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് ഇത് 30 മാർക്കിന്റെ ചോദ്യമായിരിക്കും. 30 മാർക്കിന്റെ ചോദിക്കുന്ന ടീമിന് 30 മാർക്ക് കേട്ടോ. എല്ലാ ടീമുകളോടും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് പാസിംഗിൽ ആണ് നിങ്ങൾ അത് ഉത്തരം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെന്റ് ആന്റണിയോടാണ് ഒന്നാമത്തെ ചോദ്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ആരെയെല്ലാം വെറുത്തുകൊണ്ട് ഈശോയുടെ അടുത്ത് വരുന്നവനാണ് തന്റെ ശിഷ്യനായിരിക്കുവാൻ യോഗ്യതയുണ്ട് എന്നാണ് ഈശോ പറയുന്നത്. അതായത് ഈശോ പറയുന്നുണ്ട്, ഇന്ന ആളുകളെ വെറുത്തുകൊണ്ടല്ലാതെ എന്റെ അടുത്ത് വരുന്ന ആരും എന്റെ ശിഷ്യനല്ല. അത് ആരെയൊക്കെ വെറുത്തുകൊണ്ടാണ് ഈശോയുടെ അടുത്ത് വരുന്നവനാണ് ഈശോയുടെ ശിഷ്യനായിരിക്കുവാൻ യോഗ്യതയുള്ളതെന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് ആലോചിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പറയാം. അതുകൊണ്ട് ഈശോയുടെ അടുത്ത് വരുന്നവനാണ് തന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുന്നതെന്നാണ് ഈശോ പറയുന്നത്. ഏകദേശം ഉത്തരം ശരിയാവുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറയാം. സോ കുറച്ച് ആൾക്കാരെ കൂടെ ഉണ്ട്, നമുക്ക് കിട്ടും. ഒരു ശരിക്കും ശ്രദ്ധിച്ചിട്ട് പറയാം. ആരെയൊക്കെ വെറുത്തുകൊണ്ട് അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഓക്കെ, ഹാഫേ പറഞ്ഞപ്പോൾ ഉത്തരം ശരിയല്ല. അതുകൊണ്ട് തന്നെ അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരം ദയവായിട്ട് വോളണ്ടിയേഴ്സ് നോക്കുക. ഇങ്ങനെയാണ് പുസ്തകം എന്ന് പറയുന്നത്: സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുത്തുകൊണ്ടല്ലാതെ വരുന്നവൻ എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെ തന്നെ എഴുതിയവർക്ക് മാർക്ക്. ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ we will consider. Question number 2 നിങ്ങളോടാണ്, സെന്റ് ജൂഡിനോടാണ്. നല്ല സമരിയക്കാരന്റെ ഉപമയിൽ എല്ലാവരും കേട്ടോണം കേട്ടോ. നല്ല സമരിയക്കാരന്റെ ഉപമയിൽ ജെറുസലേമിൽ നിന്നും ജെറുസലേമിലേക്ക് പോയവനെ കവർച്ചക്കാർ എന്തെല്ലാം ചെയ്തിട്ടാണ് അവരെ ഉപേക്ഷിച്ചത്? കറക്റ്റ് ആയിട്ട് എഴുതണം, ബൈബിളിലെ പോലെ എഴുതണം കേട്ടോ. 3 കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോയത്. അവർ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് നോ. വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് വഴി ഉപേക്ഷിച്ചു. പുസ്തകം പറയുന്ന 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പരിഗണിച്ചാൽ അല്ലെങ്കിൽ ആർക്കും മാർക്കില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങളോടാണ്. പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതാരാണ് പറഞ്ഞത്? ആരെ പറ്റിയാണ് പറഞ്ഞത്? എവിടെ വെച്ചാണ്? പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അല്ലെ, ഒരു പ്രത്യേക സമയത്ത് ഒരാളിനെ പറ്റി വേറെ കുറച്ച് പേര് പറഞ്ഞ കാര്യമാണ്. പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? 3 കാര്യങ്ങൾ എഴുതണം. ആരെ പറ്റി, എവിടെ വെച്ച് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാം. എഴുതിയത് തളർവാദ രോഗിയോട് ഈശോ പറഞ്ഞു. ആരെ പറഞ്ഞേ? ഫരിസേയർ അല്ലെ. അതായത് ഫരിസേയർ യഹൂദർ എഴുതിയാലും മാർക്ക് കൊടുക്കാം നമുക്ക്. കാരണം യഹൂദനായ ഫരിസേയരാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എവിടെ വെച്ചാ പറഞ്ഞു? ശിമയോന്റെ വീട്ടിൽ വെച്ച്. ഇത് 3ഉം ശരിയാണ്. അതായത് പന്തിയിൽ ഭക്ഷണം തരുന്ന, അതായത് ശിമയോന്റെ വീട്ടിൽ ഈശോ ഭക്ഷണം തരുന്ന അവസരത്തില് ഈശോയെ പറ്റി
യഹൂദരായ ബെൽസിനെ പറഞ്ഞ കാര്യങ്ങളാണ്. പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? ഓക്കെ, മൂന്നും ശരിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് സ്നാപക യോഹന്നാന്റെ അടുത്ത് 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഞാൻ പ്രത്യേകം പറയുന്നത് ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുക. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് സ്നാപക യോഹന്നാന്റെ അടുത്ത് 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് സ്നാപക യോഹന്നാനെ സമീപിച്ചത് എന്ന് കേൾക്കാം. പടയാളികൾ. Exactly. Correct answer. You get 30 points. രോഗം സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോ കുഷ്ഠരോഗിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഈശോ കുഷ്ഠരോഗിയോട് ആവശ്യപ്പെട്ടത്? ഡിസ്കസ് ചെയ്ത് വീട്ടിലെത്തുക വരെ. ഓക്കെ, നീ നിന്റെ യജമാന്റെ അടുത്ത് പോയി സാക്ഷ്യപ്പെടുത്തുക. തെറ്റ്. എന്തൊക്കെയാ പറഞ്ഞ ഈശോ? ആദ്യം ഈശോ പറഞ്ഞു നീ ഇക്കാര്യം ആരോടും പറയരുത്. അല്ലേ? ആദ്യം ഈശോ പറഞ്ഞല്ല നീ ഇക്കാര്യം ആരോടും പറയരുത്. പക്ഷെ അവനെ പോയി എല്ലാവരോടും പറഞ്ഞു. അത് വേറെ കാര്യം. ഈശോ പറഞ്ഞത് നീ ഇക്കാര്യം ആരോടും പറയരുത്. പിന്നെ പറഞ്ഞേ, പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കാം. മോശ കൽപ്പിച്ചതുപോലെ ശുദ്ധീകരണ കാഴ്ച എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. തന്റെ മകന്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണമെന്ന് സക്കറിയ എഴുത്തുപലകയിൽ എഴുതി. അല്ലെ? എഴുത്തുപലകയിൽ എഴുതിയ എല്ലാവരെയും കാണിച്ചു. ആ സമയത്ത് സക്കറിയയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ എന്തെല്ലാം? സംസാരിക്കാൻ അയച്ചു മാറ്റി മൂങ്ങനായിട്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് യോഹന്നാന്റെ പേരുന്ന നാവിന്റെ കെട്ടുകൾ അയക്കപ്പെട്ടു. Be specific on your answer. എന്തെല്ലാം മാറ്റങ്ങൾ സക്രിയയ്ക്ക് സംഭവിച്ചു? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. വെരി ക്ലോസ് ടു ആൻസർ. ഇതായിട്ട് പറയാം. ഇത്ര തെറ്റാണ്. ശ്രമിച്ചിരിക്കുക. 3 കാര്യങ്ങൾ സംഭവിച്ചു. മൂങ്ങനായിരുന്നു അല്ലെ? വായ തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി, അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആൻസർ എഴുതിയവർക്ക് മാത്രമേ മാർക്കുള്ളൂ. ദൈവത്തെ സ്തുതിക്കുവാനായിരുന്നു. ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഫാസ്റ്റ് ഒന്നായതുകൊണ്ട് തന്നെ ആൻസറിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെ തന്നെ എഴുതണം. വായ തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി, അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ എഴുതി ആരെങ്കിലും ഉണ്ടോ? ബാക്കിയെല്ലാം ശരിയാ. അവന്മാർ കൊടുത്തേക്ക് ജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഈശോയുടെ അടുത്ത് വന്ന അധികാരിയോട് ഈശോ പറഞ്ഞു നീ കുറച്ച് പ്രമാണങ്ങളൊക്കെ അനുസരിക്കണം. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പ്രമാണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈശോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് സമയം തരാൻ പെട്ടെന്ന് എഴുതിക്കൊള്ളാം. മാതാവിനെയും പിതാവിനെയും അനുസരിക്കണം. കൊല്ലരുത്. ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം. പിന്നെ പോലെ തന്നെ 10 പ്രമാണം അറിയാവുന്ന എല്ലാവർക്കും ഇതറിയാം. കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, പിതാവിനെയും മാതാവിനെയും അനുസരിക്കുക. ഇത്രയാണ് പറയുന്നത്. എന്താണ് 10 പ്രമാണം അറിയാവുന്ന എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാനേ ഉള്ളായിരുന്നു. ഈശോ എന്താ പറയുന്നത്? കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, പിതാവിനെയും മാതാവിനെയും അനുസരിച്ച്. വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കും. വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൊല്ലരുത്, കള്ളസാക്ഷ്യം പറയരുത്, മാതാവിനെയും പിതാവിനെയും കള്ളസാക്ഷ്യം പറയരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. സ്പെസിഫിക് ആയിരിക്കണം. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്. അന്ധകാരത്തിന്റെ ആധിപത്യവും ഈശോയ്ക്ക് ആരോടാണ് പറഞ്ഞത്? ഇവരോടാണ് ചോദ്യം. സെൻട്രിഫോറിനോടാണ് ചോദ്യം. നിങ്ങൾക്ക് എഴുതാം പെട്ടെന്ന്. നിങ്ങൾക്ക് ഉത്തരവില്ല. ഈശോ ആരോടാണ് പറഞ്ഞത്? ജനപ്രമാണികളോട്. ജനപ്രമാണികളോടും ദേവാലയ സേനാധിപന്മാരോടും ഞാനോടാ പുരോഹിത പ്രമുഖന്മാരോടും. 3 പേര്. പുരോഹിത പ്രമുഖന്മാര്, ദേവാലയ സേനാധിപന്മാര്, ജനപ്രമാണികൾ. ആരെങ്കിലും ഉത്തരം എഴുതിയിട്ടുണ്ടോ?
ആരും ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ രണ്ടെണ്ണം നമ്മൾ പരിഗണിക്കണമായിരിക്കും. അതുകൊണ്ട് ഒരെണ്ണം ഇല്ല, രണ്ടെണ്ണത്തിനാണ് നിൽക്കണം. ഓക്കെ, വേറെ ശരിയല്ല. ദേവാലയ സേനാപതിമാരുണ്ട്. ഓക്കെ, അവർക്കൊരു 4 മാർക്ക് കൊടുക്കും. വേറെ ആരും എഴുതാത്തതുകൊണ്ട് സെന്റ് തെരേസയ്ക്ക് ഒരു 4 മാർക്ക് കൊടുക്കും. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഇൻ ദിസ് റൗണ്ട്, സെന്റ് തെരേസ പീലാത്തോസിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ട ഈശോയുടെ മേൽ ജനങ്ങൾ ആരോപിച്ച 3 കുറ്റങ്ങൾ. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. പലരും ആരോപിച്ച കുറ്റങ്ങൾ അല്ലെ, പല ആൾക്കാരും ആരോപിച്ചു. ക്വസ്റ്റ്യൻ, ജനങ്ങൾ എന്ത് കുറ്റമാണ് ഈശോയുടെ മേൽ ആരോപിച്ചത്? നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഒത്തിരി പേരെ കുറ്റം ആരോപിച്ചു അല്ലെ, പലരും കുറ്റം ആരോപിച്ചു. പക്ഷെ ജനങ്ങൾ ആരോപിച്ച കുറ്റം എന്താണ്? പീലാത്തോസിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ട ഈശോയുടെ മേൽ ജനങ്ങൾ എന്തൊക്കെ കുറ്റമാണ് ആരോപിച്ചത്? സെന്റ് തെരേസ, നിങ്ങൾ ഉത്തരം പറയാനുള്ള സമയമാണ്. എന്തൊക്കെ കുറ്റങ്ങളാണ് ഈശോയുടെ മേൽ ജനക്കൂട്ടം ആരോപിച്ചത്? കറക്റ്റ്, വെരി ഗുഡ്, വെരി കറക്റ്റ്. 30 പോയിന്റ്സ്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് 3 കാര്യങ്ങൾ. ഇവർ ജനത്തെ വഴിതെറ്റിക്കുന്നു, സീസറിന്റെ നികുതി കൊടുക്കുന്നത് നിഷേധിക്കുന്നു, പിന്നെ രാജാവാണെന്ന് ഒരു അവകാശം കൊടുത്തു. 3 കാര്യങ്ങൾ. 2 പേരെ പാസ് ചെയ്ത് പറഞ്ഞ ഉത്തരം പറഞ്ഞു അല്ലെ? ആരൊക്കെയായിരുന്നു പറഞ്ഞേ പാസ് ചെയ്തു? അല്ല, പാസ് ചെയ്തല്ല, ചോദിച്ച ഡയറക്റ്റ് ചോദ്യം സെന്റ് അൽഫോൻസായും സെന്റ് തെരേസയും പറഞ്ഞു അല്ലെ? എവിടെ തുടങ്ങണം? റെഡിയാണോ? ചോദിച്ചോട്ടെ. ഇവിടെ വിശുദ്ധ കുർബാനയിലെ എന്താണ് അനുസ്മരണ പ്രാർത്ഥന അഥവാ ഡിപ്റ്റിക്സ്? എവിടെയാണ് ഈ കുർബാനയുടെ ഏത് ഭാഗത്താണ് ഇത് വരുന്നത്? പിന്നെ ഇത് എങ്ങോട്ട് തിരിഞ്ഞാണ് ചൊല്ലുന്നത്? ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് ശുശ്രൂഷകള് 2-ാം നാമം ചെല്ലുന്നു. മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ദൈവസന്നിധിയിൽ വളർത്തിക്കുന്നത് സമയത്താണ് പ്രാർത്ഥന. ഏതിന്റെ ഭാഗത്താണ് എന്നുള്ളത് അല്ലേ? അനോഫറയുടെ തുടക്കത്തിലില്ലേ? അപ്പൊ ഏതിലായിരിക്കും അനോഫറയുടെ തുടക്കം? 8-ാമത്തെ ഒന്നായി ഉച്ചസ്വരത്തിലവർ സ്തുതിഗീതങ്ങൾ പാടുന്നു അല്ലേ? അതെ. അപ്പൊ ഇത് 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പം പരിശുദ്ധം എന്ന ഈ ഒരു ഗീതത്തില് ഏതൊക്കെ ബൈബിൾ ഭാഗങ്ങളാണ് ഈ സ്തുതി ഗീതത്തില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതായിട്ട് പറയാം. സങ്കീർത്തനം ഉണ്ടോ? അല്ല, ഏഷ്യായുടെ പുസ്തകത്തിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ മാലാഖമാരുടെ സ്ഥിതിവിവരണം വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് യേശുവിന്റെ പ്രവചനം. ശ്രാപ്യന്മാരുടെ സ്തുതിഗീതം, വെളിപാടിലെ യോഹന്നാന്റെ വെളിപാട് ദർശനത്തിലെ സ്വർഗീയ ദർശനം. നമ്മൾ അനോഫറയെ കുറിച്ച് പറഞ്ഞു. അനോഫറയില് എത്ര പ്രാർത്ഥനാ വൃത്തങ്ങളുണ്ട്? പ്രാർത്ഥനാ വൃത്തങ്ങളിലെ ഘടകങ്ങൾ ഏതാണ്? അതായത് പ്രയർ സൈക്കിൾസ് എന്ന് പറയും. അപ്പൊ ഈ പ്രയർ സൈക്കിൾസിന് എലമെന്റ്സ് ഉണ്ട്. എത്ര എലമെന്റ്സ് ഉണ്ട്? എത്ര പ്രാർത്ഥനാ വൃത്തങ്ങളുണ്ട്? ആ എലമെന്റ്സ്, ആ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയല്ലോ? പ്രണാമജപം, യാചന പ്രാർത്ഥന, അനുസ്മരണ പ്രാർത്ഥന, കാരണം അവർക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ പറഞ്ഞു. അവർ പറഞ്ഞു 4 പ്രയർ സൈക്കിളാണ് ഉള്ളത്. 4 പ്രയർ സൈക്കിൾസ്. അതിന്റെ ഘടകങ്ങൾ, ഓരോ പ്രയർ സൈക്കിളിന്റെയും ഘടകങ്ങൾ. കടയിൽ പ്രത്യേകം തല്ലിപ്പോയെങ്കിലും കുശാപ്പ പറഞ്ഞു. അതായത് രഹസ്യ പ്രാർത്ഥന, പിന്നെ പ്രണാമജപം അഥവാ വിഹാദ പ്രാർത്ഥന, അത് 2ആയിട്ട് പറഞ്ഞത്. പിന്നെ 2 പറഞ്ഞിട്ടില്ല. സ്തുതിഗീതം പറഞ്ഞില്ല, പ്രാർത്ഥനായാതന പറഞ്ഞു അല്ലേ? യാതന പ്രാർത്ഥന പറഞ്ഞു. അപ്പൊ ഒരെണ്ണമാണ് സ്തുതിഗീതം. കലോന ആണ് പറയാഞ്ഞത്. ഒരെണ്ണം പറയാഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് 14 മാർക്ക് IO റൗണ്ടിൽ കൊടുത്തേക്കാം. അനോഫറയില് പങ്കെടുക്കുന്നവരുടെ യോഗ്യത എന്തൊക്കെയാണ് എന്നാണ് വിശുദ്ധ കുർബാനയിൽ പറയുന്നത്. ഇല്ല, പറയുന്നില്ല. ഇനിയുള്ളത് ആരൊക്കെയായിരുന്നു ക്ലെയിം ചെയ്തിരിക്കുന്നത്? ഫാമിലിയുണ്ട്, അൽഫൻസ് ഉണ്ട്. എഴുതി വെച്ചിരിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അടുത്ത ആൾക്ക് മാമോദീസ സ്വീകരിച്ചവരും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാക്കപ്പെട്ടവരും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യത. 3 പേരാണ് ഉള്ളത്. ഇതിനും ആ പ്രാർത്ഥന തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് മാമോദീസ സ്വീകരിച്ചവർ, ജീവന്റെ അടയാളത്താൽ മുദ്രിതർ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ.
ഇതിന് ഹോളി ഫാമിലിക്കും സെന്റ് അൽഫോൻസിക്കും സെന്റ് ആൽഫാവിന്റെ കൃപാവരന്റെ പൗരോഹിത്യത്തിന്റെ പദവികൾ കരുപ്പുഴി നൽകപ്പെടുന്നു എന്ന് അനുസ്മരിപ്പിക്കുന്ന പ്രാർത്ഥന ഏതാണ്? പൗരോഹിത്യത്തിന്റെ പദവികൾ കരുപ്പുഴി നൽകപ്പെടുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന ഇത് വചന ശുശ്രൂഷയുടെ ആരും എഴുതി ചെയ്യല്ല, വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്തുള്ള ആശീർവാദ പ്രാർത്ഥനയുണ്ട്. അതായത് നമ്മള് അനോഫറയിലേക്ക് പങ്കെടുക്കുന്നവരുടെ യോഗ്യതകൾ പറയുന്നുണ്ട് അല്ലെ? ജീവന്റെ നാട്ടിലും മാംസം സ്വീകരിച്ചവരും കുർബാന സ്വീകരിക്കുന്നവരും. അപ്പം ഈ ഇതൊന്നും ഇല്ലാത്തവര് ആദിമകാലങ്ങളിലേക്ക് ജ്ഞാനസ്നാനാർത്ഥികൾ ഉണ്ടായിരുന്നവരുടെ ഇതെല്ലാം ഇല്ലാത്തവർക്ക് അടുത്ത അനോഫറയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ അവരോട് പറയുന്നുണ്ട്, ശ്രോതാക്കളെ നിങ്ങൾ വാദിക്കാൻ പോയി ശ്രോതാക്കളെ നിങ്ങൾ വാദിക്കാൻ പോയി എന്ന് പറഞ്ഞു. അപ്പൊ അവരെ പറഞ്ഞതിന് മുമ്പ് അവർക്കൊരു ആശീർവാദം നൽകുന്നുണ്ട് വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്താണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മള് മറ്റൊരു ശുശ്രൂഷയിലേക്കും അനോഫറയിലേക്കും ഒക്കെ കടക്കുന്നത്. ആരും പറഞ്ഞില്ല. സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലുന്നു, ഏതൊക്കെ ഭാഗത്താണ് എന്ന് കൃത്യമായിട്ട് പറയണം. ഏറ്റവും ആഘോഷമായിട്ടുള്ള സോളം കുർബാന അല്ല, റാസ കുർബാനയ്ക്കകത്ത് പറയുന്ന അവസരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലുന്നുണ്ട്. ഫസ്റ്റ് അതിരുകളിൽ ദൈവത്തിന് സ്തുതിയുണ്ടാവുന്ന ശുശ്രൂഷയില്, പിന്നെ അനുരഞ്ജന ശുശ്രൂഷയില് മുട്ടുകുത്തുന്നതിന് ശേഷം സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലുന്നുണ്ട്. ലാസ്റ്റ് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലുന്നുണ്ട്. അത് ഏതൊക്കെ ഭാഗങ്ങളാണ് എന്തെന്ന് പറയാമോ? കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് പറയാം. ഉത്തരം കുഴപ്പമില്ല. ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് പറയാമോ? ആമുഖ ശുശ്രൂഷ, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. നിങ്ങളുടെ ഡയറക്ടറുടെ ചോദ്യമാണ്, അനോഫറയിലെ പ്രണാമ ജപവൃത്തങ്ങളുടെ തീം. നമ്മളിപ്പോ പ്രയർ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊരു പേരായിട്ട് നമുക്ക് വേണം പറയാം പ്രണാമ ജപവൃത്തങ്ങൾ, ഗഹാന്ത സൈക്കിൾസ് എന്ന് പറയാം. ഈ ഗഹാന്ത സൈക്കിൾസിലെ പ്രണാമ ജപവൃത്തങ്ങളുടെ തീം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഇതിവൃത്തം എന്താണ്? ഏതൊക്കെയാണ് പ്രണാമ ജപവൃത്തങ്ങളുടെ തീം എന്നുള്ളത്? അല്ലല്ല, പാസിംഗിലോട്ട് പോവാം. ഓഡിയൻസ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ പറഞ്ഞു. രണ്ടാമത്തെ സാർ ആദ്യത്തെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് നമ്മള് ആദ്യത്തിന്റെ അകത്ത് ദൈവം വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതാണ് ഫസ്റ്റ് പ്രയർ സൈക്കിളിന്റെ തീം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ലോകം അതിലുള്ള സംഘവും സൃഷ്ടിച്ച ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. അതായത് രണ്ടാമത്തേതിനകത്ത് സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടികർമ്മമാണ്, സൃഷ്ടാവായ ദൈവത്തിന് നന്ദി പറയുന്നത്. അത് ആ പ്രാർത്ഥന കേരള പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ നമുക്ക് കാണാൻ. മൂന്നാമത്തേതിനകത്ത് വരുന്നത് പുത്രന്റെ രക്ഷാകരണം. അതിന്റെ അകത്താണ് നമ്മൾ ഏത് ചേർത്തിരിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപകവാക്യങ്ങൾ ചേർത്തിരിക്കുന്നത് പുത്രനെ അനുസരിച്ചു. പ്രത്യേക ദൈവം പിതാവ്, പുത്രൻ, പിന്നെ മൂന്നാമത്തെ ഏതായിരിക്കും? പരിശുദ്ധാത്മാവ്. അവിടെയാണ് നമ്മൾ ഏത് വെച്ചിരിക്കുന്നത്? റുഹാക്ഷണം വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അനോഫറയുടെ പ്രയർ സൈക്കിൾസിന്റെ തീം. ഓക്കെ, ഇത്ര അനോഫറകളുണ്ട് സിറോ മലബാർ സഭയില്. അറിയാം അല്ലെ? അപ്പം ഇതിന്റെ അകത്ത് ഏതൊക്കെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? എല്ലാവരും പഠിച്ചുകൊണ്ട് വന്നിട്ട്. ഇതിനകത്ത് നെസ്തോറിയസിന്റെ അനോഫറ ചൊല്ലുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഗ്രീക്ക് തിരുനാള്, ഗ്രീക്ക് തിരുനാള്, 3 നോമ്പിലെ ബുധനാഴ്ച. ഓക്കെ, വേറെ ആരെങ്കിലും പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ടോ? 5 ദിവസം എഴുതിയിട്ടുണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ശരി, എങ്ങനെയെങ്കിലും മാറ്റി പറയാം. യോഹന്നാൻമാരുടെ വെള്ളി, 3 നോമ്പിലെ ബുധൻ, ഗ്രീക്ക് മൽപ്പാന്മാരുടെ നാള് പെസഹയാണ്. യോഹന്നാൻ മഗ്ദാലയുടെ വെള്ളി, ഗ്രീക്ക് മൽപ്പാന്മാരുടെ ഓർമ്മ, ദനഹ തിരുനാൾ, 3 നോമ്പിലെ ബുധൻ, പെസഹ വ്യാഴം. മൽപ്പാന്മാരുടെ വെള്ളി, ദനഹ തിരുനാൾ, 3 നോമ്പിലെ ബുധൻ, യോഹന്നാൻ മഗ്ദാലയുടെ തിരുനാൾ, പെസഹ ബുധൻ. ഇത്ര എഴുതിയിരിക്കുന്നവർക്ക് മാർക്ക് കൊടുക്കാം. ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക, വണ്ടേഴ്സ് നോക്കുക. ദനഹ തിരുനാൾ, യോഹന്നാൻ മഗ്ദാലയുടെ തിരുനാൾ, ഗ്രീക്ക് പിതാക്കന്മാരുടെ തിരുനാൾ, 3 നോമ്പിന്റെ ബുധനാഴ്ച, പെസഹ വ്യാഴാഴ്ച. ക്രിസ്തുവിന്റെ 5ാമത്തെ അവസാനത്തെയുമായ ധൂപാർപ്പണത്തിൽ അനുരഞ്ജന ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ധൂപാർപ്പണം. ആ ധൂപാർപ്പണത്തിന് ആരൊക്കെയാണ് ധൂപാർപ്പണം നടത്തുന്നത്? ജനത്തെ ആശീർവദിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി. ശുശ്രൂഷ. ഓക്കെ,
പുരോഹിതനെ ആശ്വസിപ്പിക്കും. പുരോഹിതന്റെ correct. ആ ബലിപീഠത്തെ ആശ്വസിപ്പിക്കും. ആ ഒന്നുകൂടെ മാർക്ക് തന്നേക്കാം. ഒരു കാര്യമുണ്ട്, ബലിപീഠത്തിൽ എന്നാ ഇരിക്കുന്നത്? ഇതിന് പാസിംഗ് ഇല്ല കേട്ടോ. ആ അതിന് എന്നാ തിരുശരീര രക്തങ്ങൾ. നന്നായിട്ട് പറഞ്ഞു. New Press, St. New Press, 13, St. Alfonso 72, St. Thomas 4, St. Java 3, Holy Family 28, 84 3, St. Teresa 71. ചോദ്യം ചോദിക്കും, അവർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ടീമിലേക്ക് പോകണം. അവർ പറഞ്ഞില്ലെങ്കിൽ മാത്രം അടുത്തതിനെ പരിഗണിക്കും. ഓക്കെ, സമയം കളയുന്നില്ല. പത്രോസ്ലീഹയുടെ 1-2 ലേഖനങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ചുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുന്നത്. ഓക്കെ, സെന്റ് ആന്റണി പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ വിവിധ ഇതിനെ പറ്റി പറയുന്നുണ്ട്. പുരോഹിതന്മാരുടെ കടമകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? ആ സമയത്ത് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ബൈബിളിലെ പോലെ തന്നെ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങളൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത്. പുരോഹിതന്മാരുടെ കടമ പറയുന്ന സമയത്ത് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ആൻസർ പറഞ്ഞുള്ള ഉത്തരം തെറ്റാണ്. സെന്റ് ജൂഡ് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് എന്ത് ചെയ്യണം അറിയാമോ? അറിയത്തില്ലെങ്കിൽ നിങ്ങൾ സമയം കളയുന്നില്ല. പാസ് ചെയ്തുകൂടാ. നിങ്ങൾ അറിയാം, പറഞ്ഞോളുക. തെറ്റ്. അടുത്തത് സെന്റ് അൽഫോൻസ. തെറ്റ്. സെന്റ് തോമസ്. തെറ്റ് തെറ്റ്. സെന്റ് ഹോൾ ഫാമിലി. അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. പറഞ്ഞു, ലൈവായിട്ട് പറഞ്ഞു. തെറ്റ്. സെന്റ് തെരേസ. പരിശുദ്ധവും ആചരണവുമായി കറക്റ്റാണ്. മാർക്ക് കൊടുക്കാം. 5 മാർക്ക് കൊടുത്തേക്ക് ആൾക്ക്. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞ നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുകയും. ഇസൈന്റെ എബുബ്രാസിയെ പരിശുദ്ധവും ഇളം പൈതൽ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടത്. പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. ഈ ആദ്യത്തെ സൂചനകളിൽ നിന്ന് ആരാണ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടും. ഇനി അഥവാ രണ്ടാമത്തെ സൂചനയോട് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ 10 മാർക്ക്. മൂന്നാമത്തെ സൂചനയോടെ ആണെങ്കിൽ 7 മാർക്കായിരിക്കും ലഭിക്കുന്നത്. 1599 ഡിസംബർ 20-ാം തീയതി അങ്കമാലിയുടെ മെത്രാനായി നിയമിതനായി. ഡേറ്റ് ഓർക്കുക, 1599. എല്ലാവർക്കും അറിയാം അല്ലെ? 1599 ഡിസംബർ 20-ന് അങ്കമാലിയുടെ മെത്രാനായി നിയമിതനായി. കൃത്യമായിട്ട് ഉത്തരം പറയാമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് തെറ്റിപ്പോയെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അടുത്ത ചാൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതിന് പാസിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. കറക്റ്റ് ആൻസർ. 15 പോയിന്റും അവർക്ക് കിട്ടിയിരിക്കുന്നു. മാർ റോക്കോസ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? മാർ റോക്കോസ് ഫേമസ് അല്ലേ? റോക്കോസ് ശിഷ്മ എന്നൊക്കെ പറയുന്നത്. അത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1861. അപ്പൊ ഈ മാർ റോക്കോസ് കേരളത്തിൽ വന്നപ്പോഴേ മാർ റോക്കോസിനെ തിരിച്ചയക്കാൻ വരാപ്പുഴ മെത്രാപ്പൊലീത്ത ഇദ്ദേഹത്തെ ഒരു ഉപകരണമാണ്. ആരാണ് ഈ വ്യക്തി? മാർ റോക്കോസ് ശിഷ്മയെ എതിർക്കുവാനായിട്ട് വരാപ്പുഴ മെത്രാപ്പൊലീത്ത ഇദ്ദേഹത്തെ ഒരു ഉപകരണമാക്കി. ഇദ്ദേഹത്തെ കൊണ്ടാണ് റോക്കോസ് ശിഷ്മയിലെ പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരികയും റോക്കോസിനെ ഓടിക്കുകയും അല്ലെ റോക്കോസിനെ റിജക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത് ഈ വ്യക്തിയെ കൊണ്ടാണ്. വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? എന്നാൽ രണ്ടാമത്തെ പോവാം. രണ്ടാമത്തെ സൂചനയിലോട്ട് പോവാം. 1861 ജൂൺ 8-ാം തീയതി വരാപ്പുഴ മെത്രാപ്പൊലീത്ത സുറിയാനിക്കാരുടെ വികാരി ജനറലായി നിയമിച്ചു. അദ്ദേഹം വികാരി ജനറൽ മാത്രമേ ആയുള്ളൂ. ഇനി അടുത്ത ഒരു ഇതുകൂടെ നിങ്ങൾക്ക് അറിയത്തില്ല പറഞ്ഞേക്കാം. അദ്ദേഹത്തിനെ മെത്രാനാക്കിയിട്ടില്ല. വളരെ പ്രോജക്റ്റിലായിരുന്നു. മെത്രാനാക്കിയിട്ടില്ല. വികാരി ജനറലാക്കി. മെത്രാനാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ മെത്രാൻ സ്ഥാനത്തിന് അർഹനല്ല എന്ന് അവർ തന്നെ റിപ്പോർട്ട് കൊടുത്തു. സുറിയാനിക്കാരുടെ വികാരി ജനറലായി നിയമിച്ചു. റോക്കോസിനെ എതിർക്കുവാനായിട്ട് ഉപകരിച്ചു ഇല്ല. എന്നാൽ അടുത്ത ഇതോടെ പറഞ്ഞേക്കാം കേട്ടോ. മൂന്നാമത്തേത് 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. 1986 ജോൺ പോൾ അവർക്ക് 7 മാർക്ക്. ലിറ്റിൽ ഫ്ലവറിന് 7 പേർക്ക് കേട്ടോ. നസ്രാണികളെ ഭിന്നിച്ചു നിന്ന നസ്രാണികളെ ഒന്നിപ്പിക്കുന്നതിനായിട്ട് ജാതൈക്യ സംഘം തുടങ്ങി.
AKCC-കാരൊക്കെ പറയുന്നതാണ്, ജാതീയ സംഘത്തിന്റെ കാര്യമൊക്കെ AKCC-കാരൊക്കെ പറയുന്നതാണ്. അപ്പൊ ആ ജാതീയ സംഘം യഥാർത്ഥത്തിൽ തുടങ്ങിയത് ഇദ്ദേഹമാണ്. ജാതീയ സംഘം തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു എല്ലാവരും, അതായത് എല്ലാ വിഭാഗക്കാരും, ഇന്ന് കാണുന്ന ഓർത്തഡോക്സുകാരും എല്ലാവരും ഒന്നിച്ചു വരണം, നമ്മുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും ഒന്നിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. കാരണം നമുക്കറിയാം സഭ വിഘടിച്ചു പോയത്. അപ്പൊ അവരെല്ലാവരെയും ഒന്നിപ്പിക്കുന്നതിനായിട്ട് ആണ് ഈ ഒരു സംഘം, ജാതീയ സംഘം തുടങ്ങിയത്. ആ വ്യക്തി ആരാണ് എന്നാണ് ചോദിക്കുന്നത്. 1987 തൃശൂർ കോട്ടയം വികാരിയത്തിൽ രൂപീകൃതമായപ്പോൾ 1987 വികാരിയത്തിൽ കോട്ടയം വികാരിയത്തിലെ വികാരി ജനറലായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. നമ്മൾ നേരത്തെ ഇല്ല എന്നാൽ ലാസ്റ്റ് കേട്ടോ. മർത്തോമ ക്രിസ്ത്യാനികളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് അദ്ദേഹത്തെ എം.ഒ. ജോസഫ് എന്ന ചരിത്രകാരൻ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വദേശം കുറവിലിങ്ങാടാണ്. പറയാനേ നിധീരിക്കൽ മാണിക്കനാണ് കേട്ടോ. നിധീരിക്കൽ മാണിക്കനാണ് നമ്മുടെ കോട്ടയം വികാരി. 1963 ഫെബ്രുവരി മാസം 1 കടുത്തുരുത്തി വെച്ച് ബിഷപ്പ് സെബസ്ത്യാനിയിൽ നിന്ന് മെത്രാൻ പട്ടം സ്വീകരിച്ച മാർത്തോമ നസ്രാണി വൈദികൻ. ആ ക്ലൂവിൽ പറയുന്നുണ്ടോ? ഇല്ല. അടുത്ത ക്ലൂവിലോട്ട് നോക്കട്ടെ. നസ്രാണി സമുദായം പുത്തമ്പൂർ എന്നും പഴയൂർ എന്നും രണ്ടായി പിളർന്നപ്പോൾ അതിൽ ഒന്നിന്റെ നേതൃത്വം ഇദ്ദേഹത്തിനായിരുന്നു. പുത്തമ്പൂർ എന്നും പഴയൂർ. പുത്തമ്പൂർ എന്ന് പറയുന്നത് ഇന്നത്തെ ഓർത്തഡോക്സ് സഭകളെയാണ് നമ്മൾ പുത്തമ്പൂർ എന്ന് പറയുന്നത്. പഴയൂർ എന്ന് പറയുന്നത് സിറമലബാറായിരിക്കുന്ന നമ്മൾ. അപ്പൊ ഇതിൽ ഒന്നിന്റെ നേതൃത്വം ഈ പറഞ്ഞ വ്യക്തിക്കായിരുന്നു. അതായത് ഈ സെബസ്ത്യാനിയിൽ നിന്നും മെത്രാൻ പട്ടം സ്വീകരിച്ച ഈ വ്യക്തി ഒക്കെ ആയിരുന്നു അതിന് ഒന്നിന്റെ നേതൃത്വം. പറയാൻ പറ്റുമോ? ഇല്ല. എന്താ ഇനി അടുത്തത്? തൊമ്മനയുമ്പോൾ ചാണ്ടി മുറിയും എന്നൊരു പഴഞ്ചൊല്ലിൽ ഇദ്ദേഹമുണ്ട്. പറമ്പിൽ ചാണ്ടിപത്രാൻ. ആ ഈ തൊമ്മനയും ചാണ്ടിമുറിയും എന്ന പഴഞ്ചൊല്ല് തന്നെ ഇവരുടെ വടക്കിൽ നിന്നാണ് ഇവിടെ. അപ്പുറത്തിരിക്കുന്ന തൊമ്മ ആരാ? മാർത്തോമ്മ ഒന്നാണ്. ഇതും നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലൂടെ ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ അവിടെ കിടന്ന് കളിക്കുക. സിറിയൻ പാത്രിയാർക്കീസിനാൽ മലബാറിലേക്ക് അയക്കപ്പെടുകയും 1652 ഫെബ്രുവരിയിൽ അദ്ദേഹം വന്നത് സൂററ്റിലാണ്. സൂററ്റിലെത്തി അവിടുത്തെ കപ്പൂച്ചൻ ആശ്രമത്തിൽ എത്തുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം മലബാറിൽ അദ്ദേഹം എത്തപ്പെട്ടില്ല. അതായത് സിറിയൻ പാത്രിയാർക്കീസിനാല് മലബാറിലേക്ക് അദ്ദേഹത്തെ അയക്കപ്പെട്ടു. പക്ഷേ 1652 അദ്ദേഹം സൂററ്റില് എത്തി. അവിടുത്തെ ഒരു കപ്പൂച്ചൻ ആശ്രമത്തിൽ ആയിരുന്നു. പക്ഷെ മലബാറിൽ അദ്ദേഹത്തെ എത്തിയില്ല. ഇദ്ദേഹത്തിന്റെ ഒരു ഇതൂടെ ഞാൻ പറയാം, അല്പത്തോടെ പറയാം. ഇദ്ദേഹത്തിന്റെ ആ വരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സംഭവത്തിലോട്ട് നമ്മൾ പോവുകയും ചെയ്തു. രണ്ടാമത്തെ ക്ലൂവിലോട്ട് പോവാം. ഓക്കെ. ഓഗസ്റ്റിൽ ഒരു ഡച്ച് കപ്പലിൽ ഇദ്ദേഹം മദ്രാസ് എത്തി. ഡച്ചുകാരുടെ കപ്പലില് അന്ന് ഡച്ചുകാരുടെ ഇത് കടന്നു വരുന്ന ഒരു സമയമായിരുന്നു. മൈലാപ്പൂർ സന്ദർശിക്കാൻ ചെന്ന തീർത്ഥാടകരുടെ കയ്യില് തോമ ആർച്ച്ഡീക്കിന് ഇദ്ദേഹം കത്തും കൊടുത്തു വിട്ടു. ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഇങ്ങോട്ട് പ്രവേശിക്കാതിരുന്ന ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു പ്രവേശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഡച്ച് കപ്പലിലാണ് അദ്ദേഹം മദ്രാസിൽ എത്തിയത്. പക്ഷെ മദ്രാസിൽ നിന്ന് അവര് കൊച്ചിയിലേക്ക് വരാനായിട്ട് സാധിച്ചു ഇല്ല, അല്ലെങ്കിൽ ട്രൈ ചെയ്തു. ആരാണ് ഇദ്ദേഹം? മൂന്നാമത്തെ ലാസ്റ്റ് ഇദ്ദേഹത്തെ കടലിൽ മുക്കിക്കൊന്നു എന്ന കിംവദന്തി പ്രചരിച്ചത് കൂനക്കുരിശ് സത്യത്തിലേക്ക്, ഇദ്ദേഹത്തെ കടലിൽ മുക്കിക്കൊന്നു എന്ന കിംവദന്തി പ്രചരിച്ചത് കൂനക്കുരിശ് സത്യത്തിലേക്ക് നയിച്ച ഒരു കാരണമായി. കൂനക്കുരിശ് സത്യത്തിന് യഥാർത്ഥത്തിൽ ഒരു കാരണമായിരുന്നു ഇദ്ദേഹത്തിന്റെ വരവ്. ഇദ്ദേഹത്തെ ആ കടലിൽ പോർച്ചുഗീസുകാര് തീരത്തെടുക്കാതെ ഇദ്ദേഹത്തെ കടലിൽ മുക്കിക്കൊന്നു എന്ന് പ്രചരിച്ചത് കാരണമാണ് അവര് ഈ കൂനക്കുരിശ് സത്യത്തിലെ സത്യം യഥാർത്ഥത്തിൽ അതിനെ ട്രിഗർ ചെയ്യാനുള്ള കാരണമാണ്. ആരാണ്? മാറഹത്തള്ളയാണ് യഥാർത്ഥത്തിലെ കൂനക്കുരിശ് സത്യത്തില് ട്രിഗർ ചെയ്യിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇദ്ദേഹത്തെ കടലിൽ മുക്കിക്കൊന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം. സിറോ മലബാർ സഭയുടെ നവോത്ഥാനത്തിനും സിറോ മലങ്കര സഭയുടെ പുനരൈക്യത്തിനും നേതൃത്വം വഹിച്ച ആധുനിക സഭാപിതാവിന്റെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തി.
രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സിറോ മലബാർ സഭയുടെ നവോത്ഥാനമുണ്ട്, അതോടൊപ്പം തന്നെ നമുക്കറിയാം മലങ്കര സഭയുടെ പുനരൈക്യം അതും സംഭവിച്ച് അതിന് നേതൃത്വം നൽകിയ ആധുനിക സഭാപിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ആദ്യത്തെ കൂടുതൽ പറയുന്നു. അടുത്ത സെക്കൻഡിലോട്ട് പോകണം. 1953 കർദിനാൾ പിസ്രാനി തിരുമേനി ഭാരതപര്യടനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നു എന്നുള്ള പട്ടം അദ്ദേഹത്തിനുണ്ട്. മലങ്കരയിലെ പുനരൈക്യത്തിന് പ്രവർത്തിച്ചു. പിന്നെ സിറോ മലബാർ സഭയുടെ നവോത്ഥാനത്തിന് പങ്കുവഹിച്ചു. ഇനി ലാസ്റ്റ് കൂടുതലോട്ട് പോവാണ്. 1985 അന്തരിച്ചു. ചെത്തിപ്പുഴ തിരുകൃത ദേവാലയത്തിൽ സംസ്കരിച്ചു. ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഇദ്ദേഹം മാർത്തോമ നസ്രാണികളുടെ വ്യക്തിത്വവും പൈതൃകവും ഐക്യവും തകർക്കുന്നതിന് നേതൃത്വം വഹിച്ചു. ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഇദ്ദേഹം മാർത്തോമ നസ്രാണികളുടെ വ്യക്തിത്വവും പൈതൃകവും ഐക്യവും തകർക്കുന്നതിന് നേതൃത്വം വഹിച്ചു. ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡൊമിനേസിസ് കറക്റ്റ്. അവർക്ക് 15 പോയിന്റ് കിട്ടിയിരുന്നു. വരാപ്പുഴപ്പള്ളിയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിവസം ഉണ്ടായ ഒരു അരുണിക്ക മോഷണത്തോട് അനുബന്ധിച്ച് കുറ്റം ആരോപിക്കപ്പെട്ട വൈദികനാണ് ഇദ്ദേഹം. ചരിത്രത്തില് ഒരു രക്തസാക്ഷി പരിവേഷം ഉള്ള ഒരു വൈദികനാണ്, ഒരു കത്തനാറാണ് ഇദ്ദേഹം. ഇതില് വരാപ്പുഴ പള്ളിയിലെ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിവസം ഒരു അരുണിക്ക മോഷണത്തോടനുബന്ധിച്ചാണ് ഇദ്ദേഹത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ടത്. ശരിക്കും അദ്ദേഹത്തിന് അവര് മനഃപൂർവ്വം ചെയ്തതാണ്. റീസൺ അതല്ല. റീസൺ ഒരു തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണത്തിന് വേണ്ടി ഉള്ള പ്രദക്ഷിണത്തിൽ മുഖ്യ സ്ഥാനം കിട്ടണം എന്നുള്ള വിദേശ അച്ഛന്മാരുടെ ആഗ്രഹത്തിന് വേണ്ടി അദ്ദേഹം തടസ്സം നിന്നതിന് പ്രതികാരം വീട്ടിയതാണ് ഈ അരുണിക്ക മോഷണം. ഏതായിരുന്നു മോഷണം? ഏത് വൈദികനായിരുന്നു? അടുത്ത നോക്കട്ടെ, കിട്ടുന്നില്ല. ഓക്കെ. ഇദ്ദേഹം ഇടപ്പള്ളി പള്ളി വികാരിയും ചമ്പക്കുളം കല്ലൂർക്കാട് ഇടവക്കാരനുമായിരുന്നു. അടുത്തേക്ക് പോകാം. നിരപരാധിയായിരുന്ന അദ്ദേഹത്തെ പട്ടിണി കിടത്തി കൊന്ന് ഒരു പായിൽ പുതിഞ്ഞ് പള്ളിക്ക് പുറത്തുള്ള കുളത്തിന്റെ കരയിൽ കുഴിച്ചിട്ടു. ഓഡിയൻസ് മൊത്തം പഠിച്ചിട്ട് വന്നിരിക്കുകയല്ലേ? ചമ്പക്കുളക്കാരനായിരുന്നു. റോമിലേക്ക് ഹർജി അയക്കുന്നത് പങ്ക് വഹിച്ചതിനെ തുടർന്ന് സന്യാസ ആശ്രമത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട് 7 വ്യാകുലങ്ങളിൽ ഒരാളായി. ഇദ്ദേഹം പിന്നീട് ലവീന മെത്രാന്റെ ആലോചനക്കാരനും ആയി. നമ്മളിന്ന് ബിഷപ്പിനെ കത്തെഴുതുന്ന പോലെ അവർ കത്തെഴുതിക്കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ കത്തെഴുതി ഹർജി പ്രസ്ഥാനത്തില് പങ്കാളിയായതിന്റെ പേരില് 7 വ്യാകുലങ്ങൾ എന്നറിയപ്പെട്ടു. 7 പേരെ സന്യാസ ആശ്രമത്തിൽ നിന്നും അവരുടെ സെമിനാരിയിൽ നിന്നും എല്ലാം പുറത്താക്കി. അതില് 7 പേരിൽ ഒരാളാണ്. പിന്നീട് അദ്ദേഹം ലവീൻ മെത്രാന്റെ ആലോചനക്കാരനുമായി തീർന്നു. ഇല്ല, കിട്ടുന്നില്ല. രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് വാ. ഇദ്ദേഹമാണ് 1900 എറണാകുളത്ത് മെത്രാസന മന്ദിരം പണി കഴിപ്പിച്ചത്. കിട്ടുന്നില്ല. എറണാകുളത്തെ മെത്രാസന മന്ദിരം ഇന്ന് കാണുന്ന മെത്രാമന്ദിരം പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. നമ്മുടെ ടിവിയിലെല്ലാം വാർത്തകൾക്കത് കാണുന്നില്ല. അത് പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഓക്കെ, തേടിലോട്ട് പോകാം. ഇദ്ദേഹം പുളിങ്ങുന്നടലിയിലെ ജനിച്ചു. പിന്നീട് എറണാകുളത്തെ മെത്രാനായി. SMCA രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുവൈറ്റ് രാജ്യത്തോട് നന്ദി അർപ്പിക്കുന്ന പ്രോഗ്രാമിന് നൽകിയ പേരെന്താണ്? നമ്മളിട്ട പേര് അതുപോലെ പറയാം. SMCA രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുവൈറ്റ് രാജ്യത്തോട് നന്ദി അർപ്പിക്കുന്ന പ്രോഗ്രാമിന് പറയുന്ന പേരെന്താണ്? രണ്ടാമത്തെ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സന്തോഷ് സാറിന് ഭയങ്കര സന്തോഷ് സാറിന്റെ സമയത്തായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ. April 4th ഫ്രൈഡേയില് ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നമ്മൾ ന്യൂറോ ഡൈവേഴ്സിറ്റി ആയ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരെന്താണ്? ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. April 4th ഫ്രൈഡേയിൽ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നമ്മൾ ന്യൂറോ ഡൈവേഴ്സിറ്റി ആയ കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ആ പ്രോഗ്രാമിന്റെ പേരെന്താണ്? പെട്ടെന്ന് പറഞ്ഞു. അല്ല, നമ്മൾ അതിനൊരു പേരിട്ടിട്ടുണ്ട്. അറിയാമോ?
ഇല്ല. റൈസ് ഓഫ് ഹോപ്പ് അവർക്ക് മാർക്കില്ല, വേറെ ആർക്കുമില്ല. അടുത്തത് ഹോളി ഫാമിലിയോടുള്ള ക്വസ്റ്റ്യൻ. SMCA പ്രവർത്തന വർഷം ഏത് മാസം മുതൽ ഏത് വരെ? ഏത് മാസം ഏത് ദിവസം? SMI മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെ തിരിച്ചറിയുന്നതിന് നമ്മൾ ആ രജിസ്ട്രേഷൻ നമ്പറിൽ ഒരു പ്രത്യേക കോഡ് ഉപയോഗിക്കും. എന്താണ് ആ മാറ്റം? ആ രജിസ്ട്രേഷൻ നമ്പറിൽ നമ്മൾ വരുത്തുന്ന മാറ്റം എന്താ? എങ്ങനെയാണ് നമ്മൾ ഒരു SMCA മെമ്പർ SMIM മെമ്പർ ആണോ എന്ന് അറിയാനായിട്ട് അതിനകത്ത് അകത്തെ നമ്പറിൽ നമ്മൾ വരുത്തുന്ന മാറ്റം എന്താണ്? അറിയത്തില്ല. ഓഡിയൻസ് ഓക്കെ, അവിടെ വൈ എന്ന ലെറ്ററിന്റെ കൂടെ മനസ്സിലായോ? ഓക്കെ, അടുത്തത് നിങ്ങളോടാണ്, സെന്റ് ജൂഡിനോടാണ്. SMCA FBS ഫണ്ട് സൂക്ഷിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. 10 മാർക്ക്. സെന്റ് ജൂഡ് 10 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്, സെന്റ് യൂപ്രാസിയോടാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ ആഗോള സമിതി ഭാരവാഹി SMCA കേന്ദ്രഭരണ സമിതിയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് വോട്ടവകാശമുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചേക്കുക. കത്തോലിക്ക കോൺഗ്രസിന്റെ ആഗോള സമിതി ഭാരവാഹി SMCA കേന്ദ്രഭരണ സമിതിയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് വോട്ടവകാശമുണ്ട്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? തെറ്റ്. 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ സെന്റ് അൽഫോൻസായാണ്. ഒരു ഏരിയയിൽ 7 സോണുകൾ അനുവദിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ 7 സോൺ കൊടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര അംഗങ്ങളായിരിക്കണം ഏറ്റവും കുറഞ്ഞത്? മിനിമം അപ്പൊ തെറ്റാണ്. ആരാണ് പറഞ്ഞേ? ഓക്കെ, 2300. ഓക്കെ, ഇപ്പൊ ഈ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. മാർക്ക് നോക്കാം. 10, സെന്റ് തോമസ് 10, സെന്റ് തെരേസ 10. ഓക്കെ, ചോദ്യം കാണും. 1 മിനിറ്റ് സമയമേ ഉള്ളൂ. നിങ്ങൾ പാസ് പറയുന്നിടം വരെ നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ പാസ് പറയാതെ ഇരുന്ന് കഴിഞ്ഞാലും ഞാനിപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ 1 മിനിറ്റ് ആ ഒന്നാമത്തെ ചോദ്യത്തിനെടുത്താൽ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കത്തില്ല. ഇവർ പറയുന്നിടം വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ഒരു 10 ചോദ്യം ചോദിക്കുന്നതായിരിക്കും. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ച്. റെഡി? ശ്രീഹക്കാലത്തിലെ ആദ്യ വെള്ളി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരളം സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ ആരാണ്? തെറ്റ്. കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ മലയാളി? കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ മലയാളി? ശരി. SMCയുടെ രക്ഷാധികാരികൾ? SMCയുടെ രക്ഷാധികാരികൾ മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ ആരോടാണ് പറഞ്ഞത്? ശരി. പ്രവാചകനേക്കാൾ വലിയവൻ എന്ന് ഈശോ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ശരി. കൂസായുടെ ജോലി എന്താണ്? ശരി. പീഡനമേറ്റപ്പോൾ ക്രിസ്തു എന്ത് ചെയ്തില്ല? ഭീഷണിപ്പെടുത്തിയില്ല. ശരി. സാറ അബ്രഹത്തെ അനുസരിച്ചിരുന്നത് എന്ത് വിളിച്ചുകൊണ്ടാണ്? ശരി. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അല്ല, അതിന്റെ ഉത്തരം അവർക്ക് പറയാം. കാരണം ആ ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം? അറിയില്ല. അനുഗ്രഹിക്കണം. ഓക്കെ, 7 ശരി മാർക്ക്. ഓക്കെ, സെന്റ് യൂപ്രാസിയോടുള്ള ചോദ്യമാണ്. സെന്റ് യൂപ്രാസിയ റെഡി? സീറോ മലബാർ സഭയുടെ നിയമനിർമ്മാണ വിഭാഗം സീറോ മലബാർ ഹൈറാർക്കി ഉണ്ടായതെന്ന്? 1923 ഡിസംബർ 21. ശരി. പറയമക്കൾ തോമാക്കത്തനാരുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതി? ശരി. SMCA വാർഡപ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് ഏത് മാസം? ജനുവരി. തെറ്റ്. മൂസയുടെ ഭാര്യയുടെ പേര്? ശരി. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം എത്ര ദിവസമാണ് ഈശോ രൂപാന്തരപ്പെടുന്നത്? 8 ദിവസം. ശരി. സഹോദരിമാരിൽ നല്ല ഭാഗം തെരഞ്ഞെടുത്തവരുടെ ഈശോ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ കുറിച്ചാണ്? ശരി. ദൈവം അഹങ്കാരികളെ എതിർക്കുമ്പോൾ ആർക്കാണ് കൃപ നൽകുന്നത്? തെറ്റ്. ക്രിസ്തു നിന്ദിക്കപ്പെട്ടപ്പോൾ പകരം എന്ത് ചെയ്തില്ല? ശരി. നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടത് എങ്ങനെയാണ്? തെറ്റ്. സെന്റ്
ചൂട്. റെഡി. ആർച്ചടിക്കുന്ന മറ്റൊരു പേര്. ശരി. സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടത് എന്നാണ്? തെറ്റ്. ബെനഹയിലെ ആദ്യ വെള്ളിയിൽ അനുസ്മരിക്കുന്നത് ആരെയാണ്? തെറ്റ്. ഏരിയ വാർഷിക പൊതുയോഗം ഏത് മാസത്തിലാണ്? തെറ്റ്. ബേൽസബൂൽ ആരാണ്? ശരി. കണ്ണു മുട്ടമറ്റതെങ്കിൽ ശരീരം മുഴുവൻ എങ്ങനെയുള്ളതായിരിക്കും? തെറ്റ്. ബലിപീഠത്തിന് വിശ്വസ്ഥലത്തിന് മധ്യേ കൊല്ലപ്പെട്ട പ്രവാചകൻ ആരാണ്? രൂപാന്തരീകരണം നടന്ന സ്ഥലത്തെ പത്രോസ് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? വിശുദ്ധ മല. ഓക്കെ, പറഞ്ഞു സാറേ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്. ഭാരതം സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ ആരാണ്? ശരി. സീറോ മലബാർ സഭയിലെ മൂന്നാമത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ്? തെറ്റ്. ധനഹകാലത്തിലെ അവസാന വെള്ളിയിൽ നമ്മൾ ആരെയാണ് അനുസ്മരിക്കുന്നത്? ശരി. കുടുംബ കൂട്ടായ്മ ലീഡറെ തെരഞ്ഞെടുക്കുന്ന മാസം ഏതാണ്? തെറ്റ്. ഈശോ വിലപിച്ചത് ഏത് പട്ടണം കണ്ടാണ്? ഈശോ വിലപിച്ചത് ഏത് പട്ടണം കണ്ടിട്ടാണ്? തെറ്റ്. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ആരുടെ മുന്നിൽ നികൃഷ്ടമെന്നാണ് ഈശോ വെളിപ്പെടുത്തുന്നത്? തീർച്ചയായും ഈ മനുഷ്യനും അവരോടുകൂടെ ആയിരിക്കും. ഈ മനുഷ്യൻ ആര്? തീർച്ചയായും ഈ മനുഷ്യനും അവരോടുകൂടെ ആയിരുന്നു. ഈ മനുഷ്യൻ ആര്? ശരി. എന്ത് വഴിയാണ് നിങ്ങളുടെ ആത്മാവ് പൗത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്? തെറ്റ്. വിശ്വാസത്തിന്റെ ഫലമായി നമ്മൾ പ്രാപിക്കുന്നത് എന്താണ്? ശരി. പാപം ചെയ്ത ദൂതന്മാരെ നരകത്തിലെ ഇരുൾ കയത്തിലേക്ക് തള്ളിവിട്ടത് ആരാണ്? തെറ്റ്. എത്രണ്ണം പറഞ്ഞു സാറേ? അടുത്തത് സെന്റ് തെരേസ. റെഡി. മിശ്ര എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം? തെറ്റ്. വിശേഷ അവസരങ്ങളിൽ സംഘടന പതാക ഉയർത്തുന്നത് ആരാണ്? വിശേഷ ദിവസങ്ങളിൽ സംഘടന പതാക ഉയർത്തുന്നത് ആരാണ്? ശരി. തോമസ് ലീഹയുടെ ഭാരത പ്രേക്ഷിതത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുരാതന പാട്ട് ഏതാണ്? ശരി. തൃശൂർ വികാരിയറ്റിന്റെ ആദ്യ വികാരി അപ്പസ്തോലിക്ക ആരാണ്? തൃശൂർ വികാരിയറ്റിന്റെ ആദ്യ വികാരി അപ്പസ്തോലിക്ക? അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ആരെ കുറിച്ചാണ് അബ്രഹാം അങ്ങനെ പറഞ്ഞത്? ജെറീക്കോയിലെ കുരുടൻ വഴിയെ കടന്നു വന്ന ഈശോയോട് വിളിച്ചപേക്ഷിച്ചത് എന്താണ്? തെറ്റ്. ഈശോയെ കാണാൻ സക്കേറൂസ് കയറിയ മരത്തിന്റെ പേരെന്താണ്? ഊമ കഴുത മനുഷ്യ സ്ഥലത്തിൽ സംസാരിച്ചത് ഏത് പ്രവാചകനോടാണ്? ഓക്കെ, അതിനകത്തൊരു ഇതുണ്ട്. ദാവീദിന്റെ പുത്രനായ ചേട്ടോ, അത് മാർക്കുണ്ടോ? ലത്തീൻ സഭയിൽ തോമസ് ലീഹയുടെ ഓർമ്മദിനം എന്നാണ്? തെറ്റ്. ആദ്യ തദ്ദേശീയ മെത്രാൻ ആരാണ്? നിങ്ങൾ ഉറക്കെ പറയണം, കേൾക്കത്തില്ല എനിക്ക്. ആദ്യ തദ്ദേശീയ മെത്രാൻ ആരാണ്? തെറ്റ്. നീതിയുടെ വസ്ത്രം. സംഘടനയുടെ ചിഹ്നത്തിൽ കാണുന്ന നീല നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശരി. അങ്ങനെയെങ്കിൽ ഈ ദൈവപുത്രനാണോ? ഈശോയുടെ ചോദ്യം ചോദിച്ചത് ആരാണ്? തെറ്റ്. ഹെറോദോസ് ഈശോയെ തിരിച്ചയച്ചത് എങ്ങോട്ടാണ്? ശരി. ഈശോയെ കുരിശ് ചുമക്കാൻ സഹായിച്ച ശിമിയോൻ ഏത് നാട്ടുകാരനായിരുന്നു? ശരി. മൂലപദാർത്ഥങ്ങൾക്ക് ദൈവത്തിന്റെ ആഗമന ദിവസത്തിൽ എന്ത് സംഭവിക്കുന്നു? തെറ്റ്. കർത്താവിന്റെ ദിനം എന്തിനെ പോലെയാണ് വരുന്നത്? ശരി. ആകാശം പണ്ട് തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാം. ആകാശം പണ്ട് തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? ആകാശം പണ്ട് തന്നെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടായത്? തെറ്റ്. ദൈവത്തിന്റെ വചനത്താൽ. എത്ര? 4. ഓക്കെ. അടുത്തത് ഹോളി ഫാമിലി. അങ്കമാലി പടിയോലെ ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്?
ധനഹ എന്ന വാക്കിന്റെ അർത്ഥം തെറ്റ്. പ്രദേശം മൂതാശകൾ ഏതാണ്? ശരി. പുതിയ കുടുംബ കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് സോണൽ ഭരണസമിതിക്ക് അധികാരമുണ്ടായിരിക്കും. ശരിയോ തെറ്റോ? തെറ്റ്. മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയിൽ തോട്ടം നട്ടുപിടിപ്പിച്ചത് ആരാണ്? തെറ്റ്. ഗത്സമേനിൽ ഈശോയെ ബന്ധിക്കാനായി വന്നവരുടെ കയ്യിലെ ആയുധങ്ങൾ എന്തൊക്കെയാണ്? തെറ്റ്. നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ എങ്ങനെയുള്ളതാണ്? നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ എങ്ങനെയുള്ളതാണ്? വ്യാജ ഉപദേഷ്ടാക്കൾക്ക് തിന്മയ്ക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് എന്താണ്? ലോകത്ത് അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താണെന്നാണ് പത്രോസ് പറയുന്നത്? ജലപ്രളയത്തിൽ നിന്ന് ദൈവം നോഹയെ മറ്റെത്ര പേരോടുകൂടിയാണ് കാത്തുരക്ഷിച്ചത്? തെറ്റ്. 7 പേര്. കാലമനുസരിച്ച് മാറി മാറി വരുന്ന പ്രാർത്ഥനകൾക്ക് പറയുന്ന പേരെന്താണ്? പാതൃവാദോ ഭരണം ആരുടെ നേതൃത്വമായിരുന്നു? പാതൃവാദോ ഭരണം ആരുടെ നേതൃത്വമായിരുന്നു? പതൃവാദോ ഭരണം. പതൃവാദോ. മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നത് ആരാണ്? തെറ്റ്. കൂനെക്കുറിച്ച് സത്യം നടന്ന വർഷം എന്നാണ്? ന്യായാധിപ സംഘത്തിലെ വിചാരണയ്ക്ക് ശേഷം ഈശോയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ന്യായാധിപ സംഘത്തിലെ വിചാരണയ്ക്ക് ശേഷം ഈശോയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? തെറ്റ്. ഉപ്പ് ഉറവിട്ട് പോയാൽ ആളുകൾ എന്ത് ചെയ്യും? പറഞ്ഞോ. വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്ന യഹൂദ ജനവിഭാഗം ഏതാണ്? സഹത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സഹത എന്ന വാക്കിന്റെ അർത്ഥം? തെറ്റ്. SMCA പ്രാഥമിക അംഗത്തിനുള്ള ഫീസ് എത്രയാണ്? ശരി. ധനഹ തിരുനാളിന്റെ പ്രാദേശിക ആഘോഷം ഏതാണ്? ശരി. പറമ്പിൽ ചാണ്ടി മെത്രാന്റെ കൂടെ നിന്നവർ ഏത് പേരിൽ അറിയപ്പെട്ടു? കഴുകി എടുപ്പാക്കുന്നു എന്നാണ് ഈശോ പറയുന്നത്. ഈശോ എതിർവാറ്റപ്പെട്ടപ്പോൾ വെണ്മയോടെ ശോഭിച്ചതായി കാണപ്പെട്ടത് എന്താണ്? തെറ്റ്. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നാണ്. ഇത് ആരോടാണ് ഈശോ ചോദിച്ചത്? തെറ്റ്. തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചു കഴിയുന്ന പത്രോസ് വിളിക്കുന്നത് ആരെയാണ്? വ്യാജ ഉപദേഷ്ടാക്കൾ ആരെയാണ് വശീകരിക്കുന്നത്? പിന്നെ അടുത്ത SMCയുടെ ഒരു ചോദ്യമാണ്. കുടുംബയൂണിറ്റ് ലീഡർക്ക് എത്ര വർഷം ചുമതലയിൽ തുടരാവുന്നതാണ്? അടുപ്പിച്ച് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയൻസിനോട് കോട്ടയം വികാരിയറ്റിന്റെ ആദ്യ വികാരി അപ്പസ്തോലിക്ക. കോട്ടയം വികാരിയറ്റിന്റെ ആദ്യ വികാരി അപ്പസ്തോലിക്ക കോട്ടയം വികാരിയറ്റ് രൂപം കൊള്ളുന്നു. അതിലൊരു ചോദ്യം കൂടെ ചോദിച്ചു, തൃശ്ശൂരിന്റെ ചോദിച്ചായിരുന്നു. അതിന് നിങ്ങൾ ഒത്തിരി പറഞ്ഞില്ല. അപ്പം ചാൾസ് ലവീന് അവര് പറഞ്ഞു അവർക്ക് പ്രോത്സാഹനമുണ്ടോ? ഇല്ലല്ലോ. കേട്ടോ, എടുക്കോ. വളരെ വാശിയേറിയ മത്സരമാണ്. അഭിനന്ദനങ്ങൾ. Second prize, St. Alphonse 140. Third, St. Jude 64.